നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സ്പോർട്സ് കൌൺസിലും യോഗ അസോസിയേഷൻ ഓഫ് കേരളയും സംയുക്തമായി കുട്ടികൾക്കായി ചേർപ്പിൽ നടത്തിവന്നിരുന്ന യോഗ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. വരന്തരപ്പള്ളി മുപ്ലിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗൃഹനാഥനെ കരുതൽ തടങ്കലിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ. കുന്നംകുളത്ത് KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. 15 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരം. വാർത്തകൾ വിശദമായി. സ്പോർട്സ് കൌൺസിലും യോഗ അസോസിയേഷൻ ഓഫ് കേരളയും സംയുക്തമായി സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി സംഘടിപ്പിച്ചു വരുന്ന യോഗ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് നിലാവ് ഓഡിറ്റോറിയത്തിലായിരുന്നു മെയ് 1 മുതൽ 10 വരെ ക്യാമ്പ് നടന്നത്. സമാപന ചടങ്ങിൽ തൃശൂർ ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി ബാബു, യോഗാചാര്യൻ നാരായണ മേനോൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ചേർപ്പ് CDS ലിസി ഡേവിസ്, യോഗ അധ്യാപിക സിന്ധു സത്യൻ, SNDP കൌൺസിലർ ഷാജി കൊട്ടിലപ്പാറ, SNDP പ്രസിഡന്റ് രാജു പുഴക്കടവിൽ എന്നിവർ പങ്കെടുത്തു. വരന്തരപ്പള്ളി മുപ്ലിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. പാറക്കുളത്ത് കെട്ടിട നിർമ്മാണത്തിനെത്തിയ തൊഴിലാളിയാണ് ഇയാൾ. തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിലെ കിണറിലാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടത്. ദുർഗന്ധം വന്നതോടെ കൂടെ താമസിക്കുന്നവരാണ് ആദ്യം മൃതദേഹം കണ്ടത്. ആൾമറിയുള്ള കിണറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി ഇയാളെ കണ്ടതായി പറയുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 5 പേരാണ് ഈ വീട്ടിൽ താമസം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം മുളങ്ങന്തത്തോവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ. തൃശൂർ പുത്തൻപീടിക സ്വദേശി ചക്കിത്ര വീട്ടിൽ സുരേഷിന്റെ വീടാണ് നാടകീയമായി ജപ്തി ചെയ്തത്. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഭാര്യയെയും മക്കളെയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്തിറക്കിയ ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത്. വീട് ജപ്തി ചെയ്യാനിരിക്കെ വീട്ടുകാർ ആത്മഹത്യ ചെയ്യുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൃഹനാഥനെ പോലീസുകാർ രാവിലെ കരുതൽ തടവിലാക്കിയത്. രാവിലെ 20-ലധികം വരുന്ന പോലീസുകാർ വീട്ടിലെത്തുകയും ജപ്തി നടപടികൾക്കായി ബാങ്കിനെ സഹായിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സമയം സുരേഷിന്റെ ഭാര്യയും മക്കളും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് നടപടിക്കൊരുങ്ങുമ്പോൾ ഇവർ വീടിന്റെ വാതിലടയ്ക്കുകയും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് വാതിൽ പൊളിച്ച് അകത്തു കയറുകയും ജപ്തി നടപടികൾ നടത്തുകയും ചെയ്യുകയായിരുന്നു. 1,60,00,000 രൂപയുടെ ബാധ്യത സുരേഷ് വരുത്തിയതായി ബാങ്ക് പറയുന്നു. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 15 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ KSRTC ഡ്രൈവറുടെയും ടോറസ് ഡ്രൈവറുടെയും ഉൾപ്പെടെ 4 പേരുടെ നില ഗുരുതരമാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂരിൽ നിന്നും കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിൽ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളം നന്മ, ലൈഫ് കെയർ, 108 ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ്, കുന്നംകുളം മലങ്കര താലൂക്ക് ദയ റോയൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയെ തുടർന്ന് KSRTC ബസ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ടോറസ് ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ടോറസ് ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അരിമ്പൂർ നമ്പൂർക്കാവ് ഉത്സവത്തിനിടയിൽ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കരിക്ക് തോർത്തുമുണ്ടിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വെളുത്തൂർ സ്വദേശികളും CPIM പ്രവർത്തകരുമായ 23 വയസ്സുള്ള CK മിഥുൻ, 50 വയസ്സുള്ള VK സുനിൽകുമാർ എന്നിവരെയാണ് അന്തിക്കാട് CI ക്രൂരമായി മർദ്ദിച്ചത്. ഇവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർക്ക് പുറമെ നാട്ടുകാരും പ്രായപൂർത്തിയാകാത്ത മറ്റ് 4 പേരെയും CI സമാന രീതിയിൽ മർദ്ദിച്ചതായി ആരോപിച്ച് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്.
കഴിഞ്ഞയാഴ്ച ചാഴൂരിലെ CPIM പ്രാദേശിക നേതാവിനെ കരിക്കുകൊണ്ട് മർദ്ദിച്ചതിന് വിവാദമായതിന് പിന്നാലെയാണ് ഈ ഓഫീസർക്കെതിരെ മൂന്നാം മുറ പ്രയോഗ പരാതി ഉയർന്നിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി 9:30-യോടെയാണ് സംഭവം. ഗാനമേളക്കിടയിലുണ്ടായ ചില തർക്കങ്ങളിൽ പോലീസ് ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട ചിലരെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടയിൽ ഒരു വിഷയത്തിലും ഉൾപ്പെടാതെ നിന്ന 2 CPIM പ്രവർത്തകരെയും ബലമായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് മുരളി പെരുന്നെല്ലി MLA ഉയർന്ന പോലീസ് അധികാരികളുമായി സംസാരിച്ചതിനെ തുടർന്ന് ഇവരെ വിട്ടയച്ചു. ഇവർ പുറത്തു വന്നതിന് ശേഷമാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, CPIM അരിമ്പൂർ ലോക്കൽ സെക്രട്ടറി KR ബാബുരാജ്, ജനപ്രതിനിധികളായ CG സജീഷ്, K നാഗേഷ്, CPIM അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി അംഗം EK ജയപ്രകാശ്, CPIM വെളുത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി TP ഷിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദനമേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. വെളുത്തൂര് നമ്പോർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ രാത്രിയിൽ നടന്ന ഗാനമേളയിൽ ആ ഗാനമേള നടക്കുന്ന സ്ഥലത്ത് എന്തോ തിക്കും തിരക്കും ഉണ്ടായതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉണ്ടായിരുന്ന അത് കേൾക്കാൻ പോയിരുന്ന ആൾക്കാർ എന്താണെന്ന് നോക്കിയ അവസരത്തിൽ അതിനുവേണ്ടി ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ CPIMൻ്റെ 2 പ്രവർത്തകരും സുനിൽകുമാറും മിഥുനും അതിന് പുറമെ സമീപ പ്രദേശങ്ങളിലുള്ളവരെല്ലാം കൂടി ഒരു 16ഓളം വരുന്ന പേര് അവരെ അന്തിക്കാട് SHO കസ്റ്റഡിയിലെടുക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം പഴയ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി അതിഭീകരമായ രീതിയിലുള്ള മർദ്ദന മുറയാണ് അവിടെ അരങ്ങേറിയത്. അന്നേരം വൈകുന്നേരം ഞങ്ങളവിടെയൊക്കെ കൊണ്ടുവന്നാണ്. എൻ്റെ ഇവിടെ നിന്ന് ഒരു 2:30 CI വന്നിട്ട് നമ്മുടെ ആ റൂമിലേക്ക് അവിടെ ഒരു ഷെഡുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ഈ കരിക്ക് തുണിയിൽ കെട്ടിയിട്ട് നല്ലോണം അടിയായിരുന്നു. ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. പിന്നെ മോന്താൻ പിടിക്കൽ, നെഞ്ചത്തിടി ഒക്കെ ആയിരുന്നു. നമ്മൾ അതിനുള്ള തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അമ്പലപ്പറമ്പിൽ ചെറിയതുണ്ടായി മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. പിന്നെ ഈ കരിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ള ഇന്നലെ 20 പേരങ്ങനെ ഉണ്ടായിരുന്നു. ഇവർ 20 പേർക്കും നല്ലോണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രായമാവാത്ത ആൾക്കാരും പിള്ളേരും ഉണ്ട്. നമുക്ക് തല്ലണോണ്ടല്ല പറയണത്, ഇതേപോലെയൊക്കെ തല്ലേണ്ട ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. വടി കൊണ്ടൊക്കെ അടിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് കരിക്ക് പൊതിഞ്ഞിട്ടാണ് നമ്മൾ കുനിച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പൊ തണ്ടലൊന്നും നനക്കാൻ വയ്യ. അതിനുള്ള നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കൊടും ചൂടിന് ആശ്വാസമായി തീരദേശത്ത് വേനൽ മഴയെത്തി. മണിക്കൂറുകളോളം പെയ്ത മഴയിൽ തൃപ്രയാറിൽ വെള്ളക്കെട്ട്, നിരവധി കടകളിൽ വെള്ളം കയറി. ഇന്ന് പുലർച്ചെ മുതലാണ് ശക്തമായ വേനൽ മഴ ആരംഭിച്ചത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന മഴയിൽ തൃപ്രയാർ സെന്ററിൽ വെള്ളക്കെട്ടുണ്ടായി. ദേശീയപാതയിൽ വെള്ളം കവിഞ്ഞ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകി. തൃപ്രയാർ സെന്ററിലെ പടിഞ്ഞാറേ വരിയിലുള്ള 10ഓളം കടകളിലാണ് വെള്ളം കയറിയത്. തൃപ്രയാർ ഉല്ലാസ് ഹോട്ടലിനുള്ളിൽ മുഴുവനായും വെള്ളം കയറി. മോട്ടോറടിച്ചാണ് ഹോട്ടലിനുള്ളിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. കാനയിലൂടെ വെള്ളം ഒഴുക്കാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പലയിടത്തും തോടുകൾ നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി. ഇത്തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. അപ്രതീക്ഷിത മഴയിൽ തൃപ്രയാറിന്റെ ഒട്ടുമിക്ക കച്ചവട സ്ഥാപനങ്ങളിൽ, പ്രധാനമായിട്ട് തൃപ്രയാർ സെന്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തൃപ്രയാർ ടെമ്പിൾ റോഡിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ആ ഒരു പ്രദേശത്തുള്ള കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ മഴക്കാലത്തിന് മുൻപായിട്ട് കാനകൾ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ ഇന്ന് പഞ്ചായത്ത് അതിന് യോഗം വിളിച്ചിട്ടുണ്ട് 4 മണിക്ക്. പക്ഷെ അത് പെട്ടെന്നുള്ള മഴ വന്നുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രക്രിയ കുറച്ച് മുൻപേ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കനത്ത നാശനഷ്ടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. കാലവർഷം എത്തുന്നതിന് മുൻപ് കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കവി കുഞ്ഞുണ്ണി മാസ്റ്റർ 97ാം ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ചൈതന്യ അങ്കണവാടിയിൽ നടന്ന പരിപാടി റിട്ടയർഡ് അങ്കണവാടി അധ്യാപിക ഉഷ NS ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആൻഡോ തൊറിയൻ അധ്യക്ഷത വഹിച്ചു.
ALMC അംഗം ഹീമ രഞ്ജിതൻ, അംഗനവാടി ഹെൽപ്പർ ഗീത KR, നിവേദ്യ PS, വർഷ, സിമി ജോബി എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 62ാം ദിനം കലാമണ്ഡലം അശ്വതി ശങ്കർലാൽ മോഹിനിയാട്ടം പ്രേക്ഷക ശ്രദ്ധ നേടി. ഭാരതാഞ്ജലി നൃത്തവിദ്യാലയ പെരുമ്പടമ്പിലെ ഗുരു RLV വിനീത സുധീർ തന്റെ 9 ശിഷ്യകളെ കൊണ്ടും നൃത്താഞ്ജലി തിരുവനന്തപുരം ശ്രീകൃഷ്ണ ഡാൻസ് അക്കാദമിയിലെ ഗുരു രാഗിണി പണിക്കരുടെ ശിഷ്യ സജിത തന്റെ 22 ശിഷ്യരായ നർത്തകികളെ കൊണ്ടും ഭരതനാട്യാഞ്ജലി രംഗത്ത് അവതരിപ്പിച്ചു. തുടർന്ന് വലപ്പാട് ധ്വനി തരംഗിന്റെ വൈദ്യമഠം ശ്രാവണി ടീമിന്റെയും തിരുവാതിരകളിയിൽ അപർണ അരിക്കത്ത്, ആർദ്ര അരിക്കത്ത്, വരുണ മണപ്പുഴ എന്നിവർ വായ്പാട്ടിലും മനോജ് മലക്കാവ് ഇടക്കിയിലും പക്കം വായിച്ചു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ പഴുവിൽ ഫൊറോന തല സമ്മേളനം പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്നു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫൊറോന ഡയറക്ടർ പുറത്തൂർ ഇടവക വികാരി ഫാദർ ജോയ് മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു. അതിരൂപത തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായി തൃശൂർ ഡോളേഴ്സ് ഫൊറോന പ്രസിഡന്റ് ഷാനു ജോർജ് സന്നിഹിതനായിരുന്നു. കത്തോലിക്കർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവഗണന നേരിടുന്ന സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ പഴുവിൽ ഫൊറോന ഭാരവാഹികളായി പ്രസിഡന്റ് ആന്റോ തൊറയൻ, വൈസ് പ്രസിഡന്റ് പൈലി ആന്റണി, വനിതാ വൈസ് പ്രസിഡന്റ് മേജി തോമസ്, ജനറൽ സെക്രട്ടറി ഓസ്റ്റിൻ, ജോയിന്റ് സെക്രട്ടറി ജോബി ജോസ്, വനിതാ ജോയിന്റ് സെക്രട്ടറി ജെസി വർഗീസ്, ട്രഷറർ ജോസഫ് ബിജു എന്നിവരെ തെരഞ്ഞെടുത്തു. കയ്പമംഗലം 3 പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു. 3 പീടിക ബീച്ച് റോഡിൽ വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു മർദ്ദനം. 6ലധികം ആളുകൾ ഉൾപ്പെട്ട സംഘമാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ 3 പീടിക സ്വദേശികളായ അശ്വിൻ, ജിതിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരുവരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഹെൽമറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. മർദ്ദനം കണ്ട നാട്ടുകാരാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. നാട്ടുകാർ ഇടപെട്ടാണ് യുവാക്കളെ രക്ഷപ്പെടുത്തിയത്. സംഭവം വാർത്തയായതോടെ കയ്പമംഗലം പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കാറളം ചെമ്പണ്ടയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചെമ്പണ്ട SNDPക്ക് സമീപം താമസിക്കുന്ന കുറുമ്പാടൻ വീട്ടിൽ ഷാബുവാണ് ഭാര്യ ദീപ്തിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം വിഷം കഴിച്ചും കൈഞ്ഞരമ്പ് മുറിച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ദീപ്തിക്ക് തലയ്ക്കും കൈക്കുമാണ് വെട്ടേറ്റിരിക്കുന്നത്. ഇരുവരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്പോർട്സ് കൌൺസിലും യോഗ അസോസിയേഷൻ ഓഫ് കേരളയും സംയുക്തമായി കുട്ടികൾക്കായി ചേർപ്പിൽ നടത്തിവന്നിരുന്ന യോഗ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. വരന്തരപ്പള്ളി മുപ്ലിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗൃഹനാഥനെ കരുതൽ തടങ്കലിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ. കുന്നംകുളത്ത് KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. 15 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.